ഹായ് എല്ലാവർക്കും സൈലന്റ് BSCയുടെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് നൽകുന്ന 2023-2024 സ്വരാജ് ട്രോഫി, അതോടൊപ്പം മഹാത്മാ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം അല്ലേ, നമ്മളത് മുന്നോട്ട് PSC എല്ലാം നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മികച്ച ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്ക് എല്ലാമാണ് ഈ തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് എന്ത് ചെയ്യുന്നത്, ഈ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് നമുക്കറിയാം. നമുക്ക് 2023-2024 സ്വരാജ് ട്രോഫി മറ്റ് പുരസ്കാരങ്ങൾ എന്ത് ചെയ്യാം, നമുക്കിന്ന് പഠിച്ചിട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് BSCയുടെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 2023-2024 സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് സ്വരാജ് ട്രോഫിയിലോട്ട് നമുക്ക് പ്രവേശിക്കാം. സ്വരാജ് ട്രോഫി 2023-2024 ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലമാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് അല്ലേ, 14 ജില്ലയുണ്ട്, നമുക്ക് 14 ജില്ലാ പഞ്ചായത്തുണ്ട്. അതിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊല്ലവും, രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരമാണ്. സ്വാഭാവികമായിട്ട് KL01 അല്ലേ തിരുവനന്തപുരം ജില്ലയാണ്, KL02 കൊല്ലമാണ്. പക്ഷേ ഇവിടെ നമുക്ക് തിരിച്ച് എടുക്കാം. ഇവിടെ നമുക്ക് ഒന്നാം സ്ഥാനം കൊല്ലത്തിനും രണ്ടാം സ്ഥാനം നമുക്ക് ഏതിന് നോക്കാം, തിരുവനന്തപുരത്തിനുമാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് കൊല്ലമാണ്. രണ്ടാം സ്ഥാനം ഏതിന് നേടിയെന്ന് ചോദിച്ചാൽ ഏതിന് നേടിയിരിക്കുകയാണ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത്. ഇനി ഈ സ്വരാജ് ട്രോഫിയിൽ ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കൊരു കാര്യം നമുക്കൊന്ന് ചെറുതായിട്ട് പോകാം. നമുക്കിപ്പോൾ നല്ലൊരു മഴ പെയ്യുകയാണ് എന്ന് ചിന്തിക്കുക. മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബ്ലോക്ക് ആയിരിക്കും അല്ലേ, റോഡിലൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും അല്ലേ. അത് നല്ല പെരുമഴയാണെന്ന് ചിന്തിച്ചു നോക്കിയേ, നല്ല പെരുമഴ. നമുക്കിടയ്ക്ക് ഇപ്പം നല്ല പെരുമഴ കിട്ടാനുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ നല്ല ബ്ലോക്ക് ആയിരിക്കും. പെരുമഴയാണെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ടും മഴ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കും, കുടയെടുക്കും എന്നുള്ളതാണ് അല്ലേ, കുടയെടുക്കും എന്നുള്ളതാണ്. കുട നമുക്ക് തൽക്കാലം ഇപ്രാവശ്യം ഒരു നീലക്കുടയായാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇല്ലടേ, ഒരു നീലക്കുട എടുക്കാം. നീലക്കുട അല്ലേ, ചിന്തിക്കുക. ഞാൻ ഒന്നടിയിൽ വരയിടുന്നു. മഴ എങ്ങനത്തെ മഴയിടാം, പെരുമഴയാണ്. പെരുമഴ കാരണം നമ്മൾ എന്തെടുത്തു, കുടയെടുത്തു. ഏത് കളർ കുടയാണ്, നീല കളർ കുടയാണെന്ന് മാത്രം പഠിച്ചിരുന്നാൽ മതി അല്ലേ. അപ്പോൾ ബ്ലോക്കിൽ ഇതാ നോക്കിക്കോ, പെരുമഴ നമ്മൾ അറിഞ്ഞിരിക്കുക, പെരുമ്പടപ്പാണ് ഒന്നാം സ്ഥാനം. പെരുമഴ ഒന്നാം സ്ഥാനം. നമ്മൾ എന്തെടുത്തു, കൊടയെടുത്തു. കൊടകര രണ്ടാം സ്ഥാനം. തൃശ്ശൂർ ജില്ലയിലെ കൊടകര ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടാം സ്ഥാനം. നമ്മൾ ഏത് കളർ കുട എടുത്തെന്നാണ് നമ്മൾ പഠിച്ചത്, നീല കളർ കുടയായിരുന്നില്ലേ. സോ നീലേശ്വരം ബ്ലോക്കിന് മൂന്നാം സ്ഥാനം. അപ്പോൾ സ്വരാജ് ട്രോഫിയിൽ ബ്ലോക്ക് നമുക്ക് കിട്ടണം. പെരുമ്പടപ്പ് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം കൊടകരയാണ്, മൂന്നാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നീലേശ്വരമാണ്. ജില്ലാ പഞ്ചായത്താണ് നമ്മൾ അവിടെ പഠിച്ചിരിക്കുന്നത്. ഒന്നാം സ്ഥാനം കൊല്ലത്തിന് ലഭിച്ചു, രണ്ടാം സ്ഥാനം തിരുവനന്തപുരത്തിന് ലഭിച്ചു. ബ്ലോക്ക് ഇവിടെ കിട്ടി. പെരുമഴ കാരണം നമ്മൾ കുടയെടുത്തു. ഏത് കളർ കുട, നീല കളർ കുടയാണ്. അപ്പോൾ പെരുമ്പടപ്പ് ബ്ലോക്ക് മലപ്പുറം ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കുടയെടുത്തത് കൊടകരയാണ്. മൂന്നാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എന്താണ്, നീലേശ്വരമാണ്. ബ്ലോക്കുമായി സ്വരാജ് ട്രോഫിയിൽ നമ്മൾ അറിഞ്ഞിരിക്കുക, നമുക്ക് ഗ്രാമപഞ്ചായത്തിലോട്ട് PSC കൂടുതൽ തവണ ചോദിക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിക്കും. മികച്ച ഗ്രാമപഞ്ചായത്ത് നമുക്ക് രണ്ട് രീതിയിൽ പോവാം അല്ലേ. ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലേ, ഗ്രാമപ്രദേശങ്ങൾ എന്ന് നമുക്ക് വെളിയിലോട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ചുറ്റുപാടുമൊക്കെ നോക്കുകയാണെങ്കിൽ, ഗ്രാമപ്രദേശത്തിൻ്റെ വെളിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല മലകൾ കാണാം അല്ലേ. വെളിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മലകൾ കാണാൻ പറ്റും. ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല, നമുക്ക് മലകൾ കാണാം. അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് മിക്കവാറും നെൽപ്പാടങ്ങളും മലകളും കുറേ പറവകൾ ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ ആയിരിക്കും അല്ലേ. പുഴ, അരുവി, ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം ഗ്രാമപഞ്ചായത്ത് വെളിയിലോട്ട് നോക്കാൻ പറഞ്ഞു. ദാ നോക്കിക്കോടാ, വെളിയന്നൂർ ഒന്നാം സ്ഥാനം. വെളിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ മല കാണാൻ പറ്റും. മല ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന് രണ്ടാം സ്ഥാനം. മാറ്റമൊന്നുമില്ല. മാറ്റത്തൂർ മൂന്നാം സ്ഥാനം. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ വെളിയന്നൂർ ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം ഉഴമലയ്ക്കലാണ്, മൂന്നാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മാറ്റത്തൂരാണ് മൂന്നാം സ്ഥാനം. ഓക്കെ, ഇനിയില്ല, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ ഇതാ ഒരു കാര്യം പറഞ്ഞുതരാം. മിക്കവാറും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കൂടുതലും പുറത്തു പോയായിരിക്കും പ്രാഥമിക കാര്യങ്ങളല്ലേ.
നമുക്കിപ്പോഴാണ് നമുക്ക് റൂമിനകത്ത് ആലോചനാ സ്ഥിര കേന്ദ്രമൊക്കെ വന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആലോചനാ സ്ഥിര കേന്ദ്രത്തിലോട്ടൊക്കെ നമ്മൾ പ്രവേശിക്കുന്നത്. പക്ഷെ പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ട് അവരെല്ലാം എന്ത് ചെയ്യുമായിരുന്നു? വെളിയിലേക്ക് നമുക്ക് പോകുമായിരുന്നു അല്ലേ? വെളിയൊക്കെ മിക്കവാറും മലയുടെ ഭാഗത്ത് പോയിരുന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പ്രക്രിയ നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ അല്ലേ, മലയുടെ ഭാഗം ഉഴമലയ്ക്കൽ, മാറ്റത്തൂർ. ഒന്ന് ഓർത്തിരിക്കുക, മാറ്റത്തൂർ. ഞാൻ ആ പറഞ്ഞ 4 കാര്യങ്ങൾ ഞാനൊന്ന് റിവേഴ്സ് ചെയ്യട്ടെ. സ്വരാജ് ട്രോഫിയിൽ നമ്മൾ ജില്ല പഠിച്ചു. 1ാം സ്ഥാനം ഏതാ? കൊല്ലമാണ്. 2ാം സ്ഥാനം തിരുവനന്തപുരം. ബ്ലോക്കിലോട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പെരുമഴയായിരുന്നു, അതുകൊണ്ട് കുട എടുത്തു, നീല കളർ കുട. പെരുമ്പടപ്പ് സ്വരൂപം 1ാം സ്ഥാനം ബ്ലോക്കിൽ, 2ാം സ്ഥാനം കൊടകരയാണ്, നീലക്കള്ളർ നീലേശ്വരം 3ാം സ്ഥാനം. തിരിച്ച് നമ്മളിതാ ഗ്രാമത്തിലോട്ട് വന്നു. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പഠിച്ചു പോവുക. ഗ്രാമം വെളിയന്നൂർ 1ാം സ്ഥാനം, 2ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉഴമലയ്ക്കലാണ്, 3ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മാറ്റത്തൂരാണ്. ഇവിടെ 3ാം സ്ഥാനം വന്നിരിക്കുന്നത് മാറ്റത്തൂരാണ്. നമ്മൾ അവിടെ നിന്നും പോകുന്നു. മുനിസിപ്പാലിറ്റി. സ്വരാജ് ട്രോഫി മുനിസിപ്പാലിറ്റിയിൽ 1ാം സ്ഥാനം ഗുരുവായൂരാണ്. 2ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ വടക്കാഞ്ചേരിയും, 3ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആന്തൂർ നഗരസഭയും കൂടിയാണ് മുനിസിപ്പാലിറ്റിയിൽ വന്നിരിക്കുന്നത്. മുനിയൊന്നും നമുക്കൊന്ന് ചിന്തിച്ചാലോ, മുനിമാരെ ഒന്ന് ചിന്തിക്കാമല്ലേ? മുനിമാരെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതലും വരുന്ന അവർ മിക്കവാറൊക്കെ ഈ കല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് എന്താ പറയുക, പുഷ്പങ്ങളൊക്കെ എറിഞ്ഞതിന് ശേഷം അവിടെ യാഗം നടത്തുന്നതായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കൂടുതലും. മുനിമാർ യാഗമൊക്കെ ചെയ്യുന്നത് അല്ലേ? ശരി, ഇതാ നോക്കിക്കോടാ. മുനി എന്നുള്ളത് ഗുരുവാണ്. ഗുരു അല്ലേ? മുനി ഗുരുവാണ്. വടക്കോട്ട് രാവിലെ പോയിട്ടുണ്ട് പിള്ളേരെ. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു പുഷ്പങ്ങൾ എറിഞ്ഞതിന് ശേഷം യാഗം അല്ലേ? എന്തെടുക്കാനടാ? ആന്തൂറിയം പൂ പറിക്കാനടാ. ആന്തൂറിയം. അപ്പൊ മുനിസിപ്പാലിറ്റിയിൽ 1ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മുനി ഗുരുവാണ്. ഗുരുവായൂർ 1ാം സ്ഥാനം. 2ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ വടക്കോട്ട് പോയി വടക്കാഞ്ചേരി 2ാം സ്ഥാനം. ഏത് പൂ പറിക്കാൻ? ആന്തൂറിയമാണ്. സോ ആന്തൂർ നഗരസഭ 3ാം സ്ഥാനമാണ്. കിട്ടണം. ഗ്രാമപഞ്ചായത്ത് നമ്മൾ പഠിച്ചായിരുന്നു വെളിയന്നൂർ, ഉഴമലയ്ക്കൽ, മാറ്റത്തൂർ. ബ്ലോക്ക് നമുക്ക് കിട്ടിയായിരുന്നു പെരുമ്പടപ്പ്, കൊടകര, നീലേശ്വരം. മുനിസിപ്പാലിറ്റി നമുക്ക് കിട്ടണം ഗുരുവായൂർ, വടക്കാഞ്ചേരി, ആന്തൂർ. മുനി ഗുരുവാണ്. വടക്കോട്ട് പോയി ആന്തൂറിയം പൂ പറിക്കാൻ കിട്ടണം. മുനിസിപ്പാലിറ്റിയും കിട്ടണം. ക്ലിയർ ആയിരിക്കണം. കിട്ടണം. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പ്രവേശിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ 1ാം സ്ഥാനം അവിടെ തിരുവനന്തപുരം തന്നെയാണ്. KL01. മുനിസിപ്പൽ കോർപ്പറേഷൻ 1ാം സ്ഥാനം തിരുവനന്തപുരമാണ്. ഇത്രയും ഓക്കെ ആയിരിക്കണം. ഇതിനകത്ത് നിന്ന് ഏത് ചോദിച്ചാലും നമ്മൾ എഴുതണം. സ്വരാജ് ട്രോഫിയാണ്. ആദ്യം നമ്മൾ പഠിച്ചായിരുന്നു ജില്ലാ പഞ്ചായത്ത് കൊല്ലം, 2ാം സ്ഥാനം തിരുവനന്തപുരം. ഇത് മുനിസിപ്പൽ കോർപ്പറേഷനാണ്. കോർപ്പറേഷനിൽ 1ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? തിരുവനന്തപുരമാണ്. 1ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണ്. നമ്മളിതാ മുന്നോട്ട് പ്രവേശിക്കുന്നു. മഹാത്മാ പുരസ്കാരം. മഹാത്മാ അല്ലെ? മഹാത്മാഗാന്ധി ഓർക്കുക. ഗാന്ധിജി നഗരത്തിലോട്ടല്ല പോകാൻ പറഞ്ഞത്. ഗാന്ധിജി ഗ്രാമപ്രദേശങ്ങളിലോട്ട് പ്രവേശിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഗാന്ധിജിയെ നമുക്ക് ഗ്രാമത്തിലോട്ട് കൊണ്ടുപോകാം. ഏത് വഴി? ബ്ലോക്ക് വഴി നമുക്ക് ഗ്രാമത്തിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഗാന്ധിജി ഗ്രാമത്തിലോട്ട് വരികയാണ് അല്ലെ? ഗാന്ധിജി മിക്കവാറും നമ്മളോട് പറഞ്ഞിട്ടുള്ള ഗ്രാമങ്ങളിലോട്ട് പ്രവേശിക്കാൻ തന്നെയാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. ശരിയപ്പോ മഹാത്മാഗാന്ധിജി ഗ്രാമത്തിലോട്ട് പോകാനും വന്നപ്പോഴും ഇവിടെയും ബ്ലോക്ക് ആയിരുന്നടാ. ബ്ലോക്കോട് ബ്ലോക്ക്. നമുക്കൊന്ന് ചിന്തിച്ചാലോ? നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു ഗാന്ധിജി സമരം നടത്തിയിരുന്നു അല്ലേ? അപ്പൊ ഗ്രാമപ്രദേശത്തോട്ട് പോവുകയാണ്. ബ്ലോക്ക് കാരണം പിള്ളേരെ വിള വഴി നീലം കർഷകർക്ക് വേണ്ടി പാടിപ്പോവുകയാണ്. ഗാന്ധിജി മഹാത്മാ പുരസ്കാരത്തിലോട്ടാണ്. ബ്ലോക്കിൽ വന്നു. ഇവിടെയും ബ്ലോക്ക് കാരണം വിള വഴി നീലം കർഷകർക്ക് വേണ്ടി പാടിപ്പോവുകയാണ്. വിള വഴി നീലം കർഷകർക്ക് വേണ്ടി പാടിപ്പോവുകയാണ്. അത് നമുക്ക് കിട്ടും. പാടി എവിടെ എത്തിയടാ? ഗ്രാമത്തിലെത്തി എന്ന് ചിന്തിക്കുക കേട്ടോ. ഗ്രാമത്തിൽ ഒറ്റയ്ക്കാണ് ഗാന്ധിജി എത്തിയത്. ഗാന്ധിജി അങ്ങനെയാണല്ലോ, ഒറ്റയ്ക്ക് ഗാന്ധിജി എത്തി. ബാക്കി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. ഒറ്റയ്ക്ക് ഗാന്ധിജി എത്തിയിട്ട് പറഞ്ഞു,
മുട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാട്ടിലോട്ട് വരാൻ പറഞ്ഞു. മുട്ടാൻ ആരെങ്കിലും ഉണ്ട്, ഗാന്ധിജിയോടൊപ്പം ഒറ്റയ്ക്ക് മുട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ കാട്ടിലോട്ട് നമുക്ക് പോകാം, അവിടെ കിടന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി തീരുമാനമെടുക്കാം. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആക്കാം. നമ്മൾ പറഞ്ഞില്ലേ മഹാത്മാഗാന്ധി ആദ്യം നമ്മൾ ബ്ലോക്കിലോട്ടാണ് പിള്ളേരെ. വിള വഴി, ഞാൻ വിള എഴുതട്ടെ, വിള വഴി നീലം കർഷകർക്ക് വേണ്ടി എഴുതി. പാടി 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 എവിടെ വന്നു, ഗ്രാമത്ത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഗ്രാമത്ത് എങ്ങനെ എത്തിയടാ, ഒറ്റയ്ക്ക് വന്നു പറഞ്ഞിട്ട് എന്ത് പറഞ്ഞടാ, മുട്ടാൻ ആളുണ്ടെങ്കിൽ കാട്ടിലേക്ക് വരാൻ. ഇത്രയേ ഉള്ളൂ. ഇതല്ലേ നമ്മൾ അപ്പുറത്ത് കണ്ടത്. ബ്ലോക്കിൽ 1-ാം സ്ഥാനം പെരിങ്കടവിള, 2 നീലേശ്വരം. പാടി വന്നു അട്ടപ്പാടി 3-ാം സ്ഥാനം. പാടി എവിടെ എത്തിയടാ, ഗ്രാമത്തിൽ പ്രവേശിച്ചു. എങ്ങനെ വന്നു, ഒറ്റയ്ക്കാണ് വന്നത് പിള്ളേരെ. ഒറ്റശേഖരമംഗലം 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം മുട്ടാൻ ആളുണ്ടെങ്കിൽ മുട്ടാർ, ആലപ്പുഴ 2-ാം സ്ഥാനം. കാട്ടിലോട്ട് വരാൻ പറഞ്ഞ കള്ളിക്കാട് 3-ാം സ്ഥാനം. ദാ നോക്കിക്കോ. മഹാത്മാ പുരസ്കാരത്തില് ബ്ലോക്കിൽ 1-ാം സ്ഥാനം നമ്മൾ പറഞ്ഞു വിള വഴി പോവുകയാണ്. പെരിങ്കരവിള 1-ാം സ്ഥാനം. കിട്ടണം. പെരിങ്കരവിള 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നീലേശ്വരമാണ് 2-ാം സ്ഥാനം. നീലേശ്വരം ബ്ലോക്കാണ്, നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ്. 3-ാം സ്ഥാനം പാടിപ്പോകുന്നു അട്ടപ്പാടി. 3-ാം സ്ഥാനം അട്ടപ്പാടിയാണ്. 3-ാം സ്ഥാനം അട്ടപ്പാടി. എവിടെ എത്തി, അങ്ങനെ പറ. ഗ്രാമത്തിലെത്തി. ഗ്രാമപഞ്ചായത്തിൽ ഒറ്റയ്ക്കെത്തിയില്ലേ. ഒറ്റശേഖരമംഗലം 1-ാം സ്ഥാനം. മുട്ടാൻ ആളുണ്ടെങ്കിൽ കാട്ടിലോട്ട് വരാൻ പറഞ്ഞു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് 2-ാം സ്ഥാനം. കാട്ടിലോട്ട് വരാൻ കള്ളിക്കാട് 3-ാം സ്ഥാനം. കിട്ടണം. അപ്പൊ മഹാത്മാ പുരസ്കാരം നമുക്ക് കിട്ടണം. കാര്യം അത് ബ്ലോക്കിനും ഗ്രാമത്തിനുമാണ് കൊടുക്കുന്നത്. ഇത് ക്ലിയർ ആയിരിക്കണം. ഇതിനകത്ത് നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എഴുതുകയും വേണം. ക്ലിയർ ആയിരിക്കണം. ഇതിനകത്ത് നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എഴുതണം. ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ശേഷം എന്താ, നമ്മൾ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരത്തിലൂടെ നമുക്ക് പ്രവേശിച്ചിട്ട് പോകാം. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. അയ്യങ്കാളി ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു PSC ആസ്പിരന്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഒന്നുകിൽ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരമായിരിക്കണം. അയ്യങ്കാളി നമുക്ക് വില്ലുവണ്ടി സമരം നമ്മൾ മിക്കവാറൊക്കെ എവിടെയൊക്കെ ആ പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അയ്യങ്കാളി ഒരു വിദ്യാർത്ഥിയും പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്, അല്ലേ? നമുക്ക് വില്ലുവണ്ടി എടുക്കാം. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ഗ്രാമത്തിൽ നിന്നും നഗരത്തിലോട്ടായിരുന്നു വന്നത്. വില്ലുവണ്ടി സമരം അങ്ങനെയല്ലേ? അയ്യങ്കാളിയെ സംബന്ധിച്ച് പെരിനാട് ലഹള 1915 കൊല്ലത്ത് നടത്തി. അയ്യങ്കാളി അപ്പൊ ഗ്രാമത്തിൽ നിന്ന് കോർപ്പറേഷനിലോട്ടും മുനിസിപ്പാലിറ്റി ഇങ്ങോട്ടാണ് വന്നത്. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി നഗരത്തിലോട്ടാണ് പ്രവേശിച്ചു. കോർപ്പറേഷനിൽ 1-ാം സ്ഥാനം നോക്കൂ, കൊല്ലം. അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയിൽ കോർപ്പറേഷനിൽ 1-ാം സ്ഥാനം കൊല്ലമാണ്. പഠിച്ചിരിക്കുക, കൊല്ലം കിട്ടണം. മഹാത്മാ അയ്യങ്കാളി മുനിസിപ്പാലിറ്റിയിൽ 1-ാം സ്ഥാനം. മഹാത്മാ അയ്യങ്കാളിയിൽ മുനിസിപ്പാലിറ്റിയിൽ 1-ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ വടക്കാഞ്ചേരിയും, 2-ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പട്ടാമ്പിയുമാണ്. ഇവിടെ വടക്കാഞ്ചേരിയും പട്ടാമ്പിയുമാണ്. അയ്യങ്കാളി പുരസ്കാരത്തിൽ മുനിസിപ്പാലിറ്റിയിൽ 1-ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയും, 2-ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പട്ടാമ്പിയുമാണ്. ഇത് രണ്ടും മാത്രം നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം നമുക്ക് കിട്ടും. മഹാത്മാഗാന്ധി പുരസ്കാരം നമുക്ക് ലഭിക്കും. സ്വരാജ് ട്രോഫി നമുക്ക് ലഭിക്കും. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം കോർപ്പറേഷൻ തലത്തിൽ 1-ാം സ്ഥാനം കൊല്ലം കോർപ്പറേഷനാണ്. കൊല്ലത്തായിരുന്നില്ലേ വില്ലുവണ്ടി സമരമെല്ലാം, സോറി ആ പെരിനാട് ലഹള 15-ൽ കോർപ്പറേഷൻ. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം മുനിസിപ്പാലിറ്റി 1-ാം സ്ഥാനം വടക്കാഞ്ചേരിയും, 2-ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പട്ടാമ്പിയുമാണ്. 2-ാം സ്ഥാനം പട്ടാമ്പിയാണ്. കിട്ടണം. ഇതിനകത്ത് നിന്ന് ഏത് ചോദിച്ചിരുന്നാലും, ഏത് രാത്രി ആരെന്ത് ചോദിച്ചിരുന്നാലും ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. കാരണം ഇതിനകത്ത് നിന്ന് 1 മാർക്കിന് PSC ചോദിക്കാറുണ്ട്. നിങ്ങൾ ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഓക്കെ ആണ് എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക, ഒരു ബുക്കിൽ എഴുതിയെടുക്കുക. നിങ്ങൾ തന്നെ 4 പേരെടുത്ത് അങ്ങ് പറഞ്ഞു കൊടുക്കുക. അപ്പം നിങ്ങളുടെ മെമ്മറിയിൽ ഇത് എന്ത് ചെയ്യും, ഇത് സ്റ്റോറേജ് ആകും. ഇതിനകത്ത് നിന്നൊരു ചോദ്യം ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ് PSC. അപ്പം എന്ത് ചെയ്യാം, ഇന്നത്തേക്ക് ഞാനപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിന്
മറ്റൊരു സബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.